കേരളത്തിൽ എന്തിനും ഏതിനും അവസാനം ഒരു രക്ഷപ്പെടാനുള്ള പഴുതായിട്ടെടുക്കുന്നത് ജാതിക്കാടാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറവുമില്ല ഇപ്പുറവുമില്ല, ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയത്തുമില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സംസ്കൃതം പോലും അറിയാത്ത ഒരാൾക്ക് സംസ്കൃതത്തിൽ ഡോക്ടറേറ്റ് നൽകണം എന്നുള്ളൊരാവശ്യം കേരള സർവകലാശാലയിൽ ഉണ്ടായി. അതിലൂടെ സംഭവിച്ചിരിക്കുന്നത് ഇപ്പം എന്താ? ജാതിക്കാടാണ് അവിടെയും എടുത്തിരിക്കുന്നത്. ജാതി പറഞ്ഞ് വിവേചനം നടത്തുന്നു എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചൊരു കാര്യം പറയാനുണ്ട് സാർ. അതിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, ആ ടോപ്പിക്ക് തന്നെ നമ്മൾ സംസ്കൃതം അറിയാത്തൊരു വ്യക്തി എന്നുള്ള, പക്ഷെ അത് എനിക്ക് തോന്നുന്നു മീഡിയാസ് ആണ് ആ ഒരു സംഭവം കൃത്യമായിട്ട് ഇങ്ങനെ കൊണ്ടുവന്നത്. സംസ്കൃതം എഴുതാനും വായിക്കാനും അറിയാത്ത എനിക്ക് ആ ടീച്ചർ അങ്ങനെ പറഞ്ഞു യാതൊരു ഇതുമില്ല. ടീച്ചർ അങ്ങനെ പറയാനും ചാൻസ് ഇല്ല. ബിക്കോസ് കാരണം അത് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരന് നമ്മൾ നോക്കി പുള്ളിയുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വന്നപ്പോൾ അതിശയോക്തി കലർത്തിയതായിരിക്കും, മേ ബി ആയിരിക്കാം. കാരണം പക്ഷേ അത് എന്തുകൊണ്ട് പൊതുസമൂഹം വിശ്വസിച്ചു എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യണം. പക്ഷെ പുള്ളി സംസ്കൃത സർവകലാശാല BA സംസ്കൃതമായിരുന്നു, MA സംസ്കൃതമായിരുന്നു, B.Ed M.Ed ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് MPhil, അത് ഈ ടീച്ചറിൻ്റെ കയ്യിലായിരുന്നു പ്രബന്ധം, അതും നമ്മൾ സംസാരിക്കണം. എന്നിട്ടാണ് PhD ഇത് ചെയ്തു എന്ന് പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒന്നുകിൽ ഇത് റിസർച്ച് ആ ഒരു കൊടുത്ത സംഭവത്തിന് ക്വാളിറ്റി ഉണ്ടാവില്ല, അതുകൊണ്ട് അതിൻ്റെ റിപ്പോർട്ടായിരിക്കാം ടീച്ചർ കൊടുത്തത്. പക്ഷെ അവിടെ ഈ മീഡിയാസ് സംസ്കൃതം എഴുതാനും ഡോക്ടറേറ്റിന് അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള അത് അത്രക്കുള്ള സ്റ്റഫോ അതൊന്നും കാണത്തില്ലായിരിക്കാം, അതായിരിക്കാം ചാൻസ്. അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള രാഷ്ട്രീയ ഉരസലുകളോ വല്ല ആവാം. പക്ഷെ എന്നിരുന്നാലും അതിൽ അവസാനം ജാതിക്കാട് വന്നിട്ടുണ്ട്. അതിൽ ആദ്യം പറയുന്നത് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളെയാണ്. കാരണം ഞാൻ നോക്കിയപ്പോൾ എല്ലാ മാധ്യമങ്ങളും ടൈറ്റിൽ കൊടുത്തിരുന്ന ഞാനും എല്ലാവരും ട്രോളി. അതിനൊരു കാര്യമുണ്ട്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ട് അത് വിശ്വസിച്ചു അല്ലേ? സംസ്കൃതം എഴുതാനും വായിക്കാനും അറിയാത്ത ഒരാൾ PhD എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ നമ്മൾ അങ്ങനെയൊക്കെ സംഭവിക്കുമോ? ഇല്ല. പക്ഷെ നമ്മളത് ബ്ലൈൻഡായിട്ട് വിശ്വസിക്കാൻ ഒരു കാര്യമുണ്ട്, ആ മുൻ അനുഭവങ്ങളാണ്. കാരണം നമുക്കറിയാം, പരീക്ഷ എഴുതാത്ത ആൾ പരീക്ഷ എഴുതി വിജയിച്ചു എന്ന് പറഞ്ഞ് ആർഷയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ്. BCom തോറ്റ പയ്യൻ അല്ലെങ്കിൽ BCom അങ്ങനത്തെ ആൾ MCom ക്ലാസ്സിൽ പ്രവേശനമായിട്ട് നമ്മൾ കണ്ടതാണ്. ഇനി ഒരു വിദ്യ എന്ന് പറഞ്ഞ വ്യാജ സർട്ടിഫിക്കറ്റ് ഒപ്പിച്ചിട്ട് അല്ലേ നമ്മൾ കണ്ടതാണ്. MG സർവകലാശാലയുടെ വ്യാജ മാർക്ക് ലിസ്റ്റ് സർട്ടിഫിക്കറ്റ് തൊട്ട് എല്ലാം ഉദ്യോഗാർത്ഥി ജോലിക്ക് കയറാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് നമ്മൾ കണ്ടാണ്. അപ്പോൾ ഈ സഖാക്കൾ ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ വാഴക്കുലയുടെ അടുത്ത് നോക്കാൻ നമുക്കറിയാൻ പറ്റും PhD എത്രത്തോളം. അപ്പം നമുക്കറിയാം സഖാവാണെങ്കിൽ ഇതൊക്കെ വളരെ ഈസി വേ ആണ്. കേരള സർവകലാശാലയിൽ നടക്കുന്നുണ്ട്. കേരള സർവകലാശാല ഒരുപാട് കളത്തിൽ നടക്കുന്നുള്ളതുകൊണ്ട് തന്നെ പാർട്ടിക്കാരനാണെങ്കിൽ ഇത് പറ്റും എന്ന് പറഞ്ഞപ്പോൾ മീഡിയാസ് പറഞ്ഞപ്പോൾ നമ്മൾ വിശ്വസിച്ചു. പക്ഷെ പുള്ളിയുടെ ന്യായമായിട്ട് വന്നു. അപ്പം ക്വാളിഫൈഡ്. അപ്പോൾ എനിക്ക് തോന്നുന്നു രണ്ട് അധ്യാപികയും ഈ കുട്ടിയുമായിട്ടുള്ള വിദ്യാർത്ഥിയുമായിട്ടുള്ളൊരു കോൺഫ്ലിക്റ്റ് റിപ്പോർട്ട് അവർ കൊടുത്തു എന്ന് പറയുന്നു. ഇത് ക്ലിയർ ചെയ്യാനേ ഉള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമിതിക്ക് മുന്നിൽ നിന്നിട്ട് ഈ കുട്ടിക്ക് സംസ്കൃതം എഴുതാനും മീൻസ് ക്വാളിഫൈഡ് ആണോ എന്ന്. അപ്പോൾ ഇതിൽ റിസർച്ച് എന്ന് പറയുമ്പം ഈ ടീച്ചറാണ് അതിൻ്റെ MPhil പ്രബന്ധമൊക്കെ ടീച്ചറിൻ്റെ മേൽനോട്ടത്തിലാണ് ചെയ്തിരുന്നത്. അപ്പോൾ ടീച്ചറിൻ്റെ മേൽനോട്ടത്തിൽ അങ്ങനെ പ്രബന്ധം ചെയ്തിട്ടാണെങ്കിൽ സംസ്കൃതം അറിയാത്ത ഒരാൾക്ക് ആ രീതിയിലുള്ള ചെയ്യാൻ പറ്റില്ല. ടീച്ചർ സർട്ടിഫൈ ചെയ്യുകയില്ല. അപ്പോൾ അതിന് ബദലായിട്ട് ഈ ആൾ പറഞ്ഞേക്കണം എന്താണ്, ടീച്ചർ ജാതീയത മനസ്സിൽ വെച്ചിട്ട് രണ്ട് ജാതിയിലുള്ള മനുഷ്യർ വന്ന് സംസ്കൃതം പഠിക്കേണ്ടവരാണോ? പണ്ട് ഇത് കുറേ നാളുകളായിട്ട് അന്തരീക്ഷത്തിലുള്ളതാണ്. കാരണം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നേരെ എടുത്ത് ജാതിക്കാട് ഇടുക. സാറിന് തോന്നുന്നുണ്ടോ കേരള സർവകലാശാല പോലെയുള്ളൊരു സ്ഥലത്ത്, അത് SFIയുടെ കോട്ടയായിട്ടുള്ള സ്ഥലത്ത് ഇത്രയും ജാതീയ ചിന്തയായിട്ട്, അതിൻ്റെ കൂട്ടത്തിൽ റിപ്പോർട്ടറാണെന്ന് തോന്നുന്നുണ്ട്, അവർ തലക്കെട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. തട്ടമിട്ട കുട്ടികളെ കാണുമ്പോൾ ടീച്ചറിന് ദേഷ്യമാണ്. പിന്നെ ഏതൊക്കെയോ കുട്ടികൾ ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞിട്ട് മുറി ശുദ്ധീകരിക്കും. ഈ കേരള സർവകലാശാല ഇങ്ങനെയൊക്കെ ഒരു ടീച്ചറിനെ അവർ വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഇത്ര വർഷം. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആരോപണം. ഈ ആരോപണത്തിന് മുമ്പ് ഒരു കുട്ടിക്ക് പോലും ടീച്ചറിനെ കുറിച്ചൊരു നെഗറ്റീവ് പറയാനില്ല, ഈ വ്യക്തിക്കുമില്ല. MPhil ചെയ്ത സമയത്ത് എന്താ ടീച്ചർ അപ്പോൾ ടീച്ചറിൻ്റെ ജാതി വരെയൊക്കെ അങ്ങ് മാറ്റി വെച്ചിരുന്നു. ഈ കുട്ടിക്ക് ഒപ്പം തന്നെയല്ല ടീച്ചറിൻ്റെ മേൽനോട്ടത്തിൽ MPhil ചെയ്തത്. അപ്പോൾ ഇത്രയും ജാതി വരെയുള്ള ടീച്ചർ അപ്പം ചിന്തിക്കട്ടെ, ഇവൻ എന്തിനാണ് ഈ ഒരു ജാതി കുറഞ്ഞവൻ MPhil ചെയ്യുന്നത്? PhD പിന്നല്ലേ, MPhil ചെയ്യുമ്പോൾ MPhil നിനക്ക് വേണ്ട എന്ന് വിചാരിച്ചു. അതും സംസ്കൃതം എന്നുള്ളത് സംസ്കൃതത്തിൽ നീ അങ്ങ് ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ട് ഓക്കെ. പണ്ട് നമുക്കറിയാവുന്നതാണ്, സംസ്കൃതം കേൾക്കുന്നത് പോലും ചെവിക്കകത്ത് ഈയം എന്നുണ്ടായിരുന്നു. അത് അത് മറ്റൊരു കാര്യം കൂടെ പറയാം. ഞാനിപ്പോൾ സംസ്കൃത സർവകലാശാല ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. ഇപ്പോഴത്തെ VC ആണെന്ന് തോന്നുന്നു, നമ്മുടെ BJPയുടെ ആളുണ്ടല്ലോ, ഇപ്പോഴത്തെ അല്ല, രാധാകൃഷ്ണൻ സാറ് ഇപ്പം BJPയുടെ സഹയാത്രികനാണല്ലോ അദ്ദേഹം. VC ആയിരുന്നു. അതെ, അദ്ദേഹം സംസ്കൃത സർവകലാശാല VC ആയിരുന്ന സമയത്ത് ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. 1000 അധ്യാപകർ അവിടെ പഠിച്ചിറങ്ങിയ 1000 പേർക്ക് ജോലി. ആ ജോലി എന്ന് പറഞ്ഞ ജോലിക്കൊപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ
എല്ലാ സ്ഥലങ്ങളിലുമുള്ള സ്ഥലങ്ങളിലേക്ക് കുട്ടികളെ സാധാരണ സ്കൂളുകളിലേക്ക് ടീച്ചേഴ്സിനെ റിക്രൂട്ട് ചെയ്ത് വൈകുന്നേരം 3 തൊട്ട് 4 തൊട്ട് 5 മണി വരെ ഒരു മണിക്കൂർ പഠിപ്പിക്കുക. നല്ല ശമ്പളമായിരുന്നു. അത് റിക്രൂട്ട് ചെയ്തിട്ട് സ്കൂളുകളിൽ പഠിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് സംസ്കൃതം എല്ലാ സ്കൂളുകളിലും പഠിപ്പിക്കുക. ആലോചിച്ച് നോക്കണം, ഇവരുടെ നറേഷനിൽ ഇതൊരു വേദഭാഷ, അതായത് BJP-യുടെ ഇപ്പം ആലോചിക്കാം, രാധാകൃഷ്ണൻ എന്ന് പറയുമ്പോൾ സവർണ്ണ മേധാവിത്വത്തിൻ്റെ രീതിയിലായിരിക്കുമല്ലോ നമ്മുടെ ഇടത് ആൾക്കാർ അവതരിപ്പിക്കുക. അങ്ങനെ ഒരാൾ ഒരു പരിഷ്കാരം കൊണ്ടതാണ്. കേരളത്തിൽ അത് മൃതഭാഷ ആവാൻ പാടില്ല. ഈ ഭാഷ എല്ലാവരിലേക്കും എത്തണം. നമ്മുടെ പൈതൃകമായി പണ്ടത്തോളം പൈതൃകം എന്നൊക്കെ പറയുമ്പോൾ അതിന് വേറെ വേർഷൻസ് വരും കേട്ടോ. അതുകൊണ്ട് അത് പറയില്ല. സംസ്കൃതം പോലൊരു ഭാഷ അത് എല്ലാ ജനങ്ങളിലേക്ക് എത്തണം എന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു പ്രൊജക്റ്റ് കൊണ്ടുവന്നിട്ട് ഒരൊറ്റ വർഷം അതുണ്ടായിരുന്നു. പക്ഷെ പല സർക്കാർ സ്കൂളുകളിൽ ചെല്ലുമ്പോൾ കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. കാരണം 1 മണിക്കൂറിലേക്ക് കിട്ടും. പിന്നെ അത് പഠിപ്പിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട അധ്യാപകരും എന്താ ചെയ്ത്, ആ ശമ്പളം കിട്ടണം മാത്രം അവർ പ്രോസസ്സാക്കി മാറ്റി. ഇവർ നല്ലൊരു ഇതായിരുന്നു. അന്ന് ഈ സോഷ്യൽ മീഡിയ എത്രയും പവർഫുൾ അല്ലാതിരുന്നത് കൊണ്ട് 2005 ആ കാലഘട്ടത്തിലാണ്. പവർഫുൾ അല്ലായിരുന്നത് കൊണ്ട് അത് ആളുകളിലേക്ക് എത്തിയിട്ടില്ല. ആലോചിക്കണം, രാധാകൃഷ്ണൻ അദ്ദേഹം ഇന്നിപ്പം BJP-യുടെ ഇതാണ്. അന്ന് അദ്ദേഹം ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഉരുക്കി ഒഴുക്കാന്ന് പറഞ്ഞാൽ ഈ ദേവഭാഷ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള കുട്ടികൾ പഠിക്കണം എന്നാണ്, സർക്കാർ സ്കൂളുകളിലെ കുട്ടികൾ. അപ്പോൾ എന്ത് ജാതീയതയാണ് അവിടെ ഉള്ളത്? ഇതൊന്നും ആരും അറിഞ്ഞിട്ടില്ലായിരുന്നു, ആരും സംസാരിച്ചിട്ടില്ലായിരുന്നു. SFIക്കും CPM-നും സംസ്കൃതം എന്ന് പറയുന്നത് അവർക്കൊരു വലിയ നിഷിദ്ധവും അല്ല. അപ്പൊ നിഷിദ്ധം എന്നുള്ളത് ആക്കി വെക്കുകയാണ്. കാരണം അത് ദേവഭാഷ ആയതുകൊണ്ട് ഇത് പഠിക്കാൻ നിങ്ങൾക്ക് പാടില്ല. സംസ്കൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ സംഘപരിവാർ ഇത് കാരണം ഉടനെ നേരെ പോകും വേദങ്ങളിലേക്കും മനുസ്മൃതിയിലേക്കും ഒക്കെ പോകും. ഇത് ഫാക്റ്റ് ആരും ചെക്ക് ചെയ്യില്ല, പറയില്ല. ഇതാ ഞാൻ പറഞ്ഞത്, രാധാകൃഷ്ണൻ പറഞ്ഞ പുള്ളിക്കാരൻ ഇപ്പം BJP പാളയത്തിൽ അദ്ദേഹമാണ്. അദ്ദേഹം VC ആയിരുന്നപ്പോൾ ഏറ്റവും ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ജനങ്ങളെല്ലാവരും ഇന്നിപ്പം BJP പാളയത്തിലായതുകൊണ്ട് ഇടതുപക്ഷ ആൾക്കാർ പറയുമായിരിക്കും ജാതി വെറിയൻ അല്ലെങ്കിൽ സവർണമാതമ്പി രാധാകൃഷ്ണൻ എന്നൊരു പക്ഷം പറയുമായിരിക്കും. അങ്ങനെയുള്ള ഒരാൾ VC ആയിരുന്നപ്പോൾ, സംസ്കൃത സർവകലാശാല VC ആയിരുന്നപ്പം ചെയ്ത ഏറ്റവും നല്ലൊരു കാര്യം അതായിരുന്നു. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുട്ടികളെല്ലാവരും, അതായത് സ്കൂൾ ലെവലിൽ സംസ്കൃതത്തിന് പ്രചാരം കൊടുക്കാൻ വേണ്ടി, അതോടൊപ്പം സംസ്കൃത സർവകലാശാല പഠിച്ചിറങ്ങിയ ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ വേണ്ടിയിട്ട് 1000 അധ്യാപകരെ നിയമിച്ചു. 2005 നടന്നു. 1 മണിക്കൂറിന് 5000 രൂപയായിരുന്നു അന്ന്. 1 മണിക്കൂർ ക്ലാസ് എടുത്താൽ മതി, 5000 രൂപ നമ്മുടെ അക്കൗണ്ടിൽ വരും. അപ്പം അത്രയും ഒരു വലിയൊരു ഗസ്റ്റ് ലെക്ചേഴ്സ് എന്നുള്ള രീതിയിലൊരു ഇതാണ് നമുക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. അത്രയ്ക്ക് പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സംഭവം കൊടുത്തൊരു സർവകലാശാലയായിരുന്നു അത്. അപ്പോൾ അതും കൂടെ പറയണം, ഇതൊന്നും ആർക്കും അറിയില്ല. കാരണം സോഷ്യൽ മീഡിയ ഇല്ലാത്തത് കൊണ്ടും ഇതൊന്നും വാർത്തകളിൽ പോലും വലുതായിട്ട് വന്നിട്ടില്ലായിരുന്നു. അതായിരുന്നു അത്. അപ്പോൾ ഞാൻ അത് ഇതുപോലെ കൂട്ടി പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ടീച്ചറിൻ്റെ പേരിൽ ഇന്ന് വളരെ ഈസിയാണ് ജാതീയത പറഞ്ഞ് കളിക്കാൻ പറ്റും. നോക്കിയപ്പോൾ അവർ, എനിക്ക് തോന്നുന്നു ബ്രാഹ്മണാണെന്ന് തോന്നുന്നുണ്ടായിരുന്നു അങ്ങനെ ആ ടീച്ചറിൻ്റെ, എനിക്കറിയില്ല. അപ്പം നോക്കിക്കഴിയുമ്പോൾ വളരെ ഈസിയാണല്ലോ ഹൈ ലെവൽ. ഈ രാഷ്ട്രീയത്തിലും ഈ ജാതി കാർഡ് എടുക്കൽ പരിപാടിയുണ്ട്. അവസാനം പല സ്ഥാനമാനങ്ങളും കിട്ടാതെ വരുമ്പോൾ ഇന്ന വിഭാഗത്തിൽപ്പെട്ടവനായതുകൊണ്ട് പരിഗണിച്ചില്ല എന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് കൊടിക്കുന്നിൽ സുരേഷ് പലപ്പോഴും ഈ ജാതി കാർഡ് എടുത്ത് കളിച്ചിട്ടുള്ള ആളാണ്. ഈ കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറഞ്ഞ വ്യക്തി ഇന്നത്തെ ലെവലിൽ എത്താനുള്ള കാര്യം ഈ ജാതി കാർഡ് ഉപയോഗിച്ചതുകൊണ്ട് മാത്രമാണ്, അല്ലേ? നമുക്കറിയാം. പക്ഷെ അതാണ് ഞാൻ പറയുന്നത്, ഈ ജാതി കാർഡ് വളരെ ആൾക്കാർക്ക് ഭയങ്കര ഭയമാണ്. നമ്മളതിൻ്റെ ജാതി കാർഡിൻ്റെ ഏറ്റവും ഒരു ഭീകര വേർഷൻ കണ്ടത് നടന കൃഷ്ണകുമാറിൻ്റെ മകളുടെ കടയിൽ മോഷണം പോയപ്പോൾ മോഷണത്തിൻ്റെ അവസാന കളിയായിട്ട് പറഞ്ഞത് ജാതി കളിയായിരുന്നു. നമ്മളിത് കാണും. വിനായകൻ എന്ത് വൃത്തികേട്, ഒരു സാംസ്കാരിക ഇതിൽ നിൽക്കുന്ന ഒരു വലിയൊരു മികച്ച നടനാണ്, നല്ലൊരു നടനാണ് അദ്ദേഹം, അല്ലേ? സിനിമകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ക്യാരക്ടർ വെച്ച് നോക്കുമ്പം പലപ്പോഴും തോന്നിയിട്ടുണ്ട് വിനായകൻ ആ വിനായകനെ ഏറ്റവും വലിയ ആയുധം, വിനായകൻ പറയാനില്ല, പൊതുസമൂഹം വിനായകന് കൽപ്പിച്ചു കൊടുത്തേക്കുന്ന പ്രിവിലേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും വിനായകനെതിരെ എഴുതി കഴിഞ്ഞാൽ വിനായകൻ്റെ ജാതിയാണോ പ്രശ്നം, വിനായകൻ്റെ നിറമാണോ പ്രശ്നം, മറ്റൊന്ന് വേടൻ ഈ പ്രിവിലേജ് വെച്ച് വേടനെ ആരെ വേണമെങ്കിലും പീഡിപ്പിക്കാം. വേടനെതിരെ കേസ് വന്നു കഴിഞ്ഞാൽ ഉടനെ പറയും ആ ജാതി കാർഡ് എടുക്കുന്നു. അല്ലെങ്കിൽ സത്യമല്ല, നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. ഒരു ജേർണലിസ്റ്റിനെ എന്തോ ഒരു തൊട്ടു എന്ന് പറഞ്ഞിട്ട് ഇവിടെ വലിയ വിവാദമാക്കിയതാണ് സുരേഷ് ഗോപിയുടെ, അല്ലേ? നമ്മൾ കണ്ടതാണ് അന്ന് എന്ത് വിവാദങ്ങളായിരുന്നു. പക്ഷെ വേടേണ്ടത് പീഡനം എന്ന് പറയുമ്പം അത് ഇടതുപക്ഷത്തോടൊപ്പം നടക്കുന്ന ആയതുകൊണ്ട് ആ പീഡനങ്ങൾ നൈസായിട്ട് ഒഴിവാക്കപ്പെടുകയും മറ്റതൊന്നും ജസ്റ്റ് വലിയ രീതിയിലേക്ക് മാറ്റുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. ഈ ജാതിക്കാട് സൗകര്യമാണ്. ഈ കേരളത്തിൽ ഏറ്റവും ആൾക്കാർക്ക് ഭയമാണ് ഈ ജാതിക്കാട് എടുത്ത് കളിച്ചു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് തെളിയിക്കാനും പറ്റില്ല. നമ്മൾ ആ രീതിയിലുള്ള ആരോപണമായിരിക്കും വരിക. അത് വല്ലാത്തൊരു അപകടം പിടിച്ചൊരു പരിപാടിയാണ്. സത്യം ഭയപ്പാടോട് അതിന് എനിക്ക് തോന്നുന്നുണ്ട് ചൈൽഡ് അബ്യൂസ് പോലെ നമ്മൾ ഭയക്കേണ്ട വലിയൊരു കാര്യമാണ്. ഇത് നമുക്കറിയാമല്ലോ, പോക്സോ പലപ്പോഴും അത് വിമൻ കാർഡ് എടുക്കും. അതുപോലെ ഒരു പീഡനം എന്ന് പറഞ്ഞൊരു പെണ്ണ് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കപ്പെടുകയും വളരെ പ്രശ്നമാണ്. തെളിയിക്കപ്പെടാൻ വരുമ്പോൾ തെളിയിച്ച് വന്ന് നമ്മൾ പറയും
പ്രതി കുറ്റം ചെയ്തിട്ടില്ലെന്ന് ആവുമ്പോൾ പോലും അയാൾക്ക് സമൂഹം ഓൾറെഡി ഒരു പെൺപിടിയൻ എന്നുള്ള രീതിയിലുള്ള ഒരു പേര് കൊടുത്തിരിക്കും അല്ലേ. അതേപോലെ തന്നെ കുട്ടികളുടെ കാര്യത്തിൽ ഈ പോക്സോ ആർക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഒരു പോക്സോ ആക്ട് എടുത്തിട്ട് മതി. പലപ്പോഴും പല രീതിയിൽ നമ്മളത് കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും ഭീകര വേർഷനാണ് ഈ ജാതിക്കളി എന്ന് പറയുമ്പോൾ. എപ്പോഴും എനിക്ക് തോന്നുന്നുണ്ട് അതിലേറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത് CPM-കാർക്കാണ് ഈ ജാതി വിരോധം ഭയങ്കരമായിട്ടുള്ളത്. പക്ഷെ അവരാണ് ഏറ്റവും കൂടുതൽ ആയുധം എടുത്ത് കാണിക്കുന്നത്. അവരുടെ മൊത്തം പോളിറ്റ് ബ്യൂറോ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരാൾ പോലും ഇല്ല. അവർ പറഞ്ഞ സവർണ ഹെജ്മണി എന്ന് പറയുന്ന ഒന്ന് പണ്ട് ഇപ്പം BJP പ്രോമിനൻ്റ് ആവുന്നതിന് മുമ്പ് ഈ സവർണ ഹെജ്മണി കാർഡ് കൊടുത്തുകൊണ്ടിരുന്ന കോൺഗ്രസ്സുകാർക്കായിരുന്നു. ഇടതുപക്ഷം എപ്പോഴും പറയുമായിരുന്നു കോൺഗ്രസ്സുകാരിലെ അന്നൊക്കെ ഏറ്റവും വലിയ പാവം കേരളത്തിലെ കോൺഗ്രസ് കരുണാകരനായിരുന്നു ഏറ്റവും വലിയ അദ്ദേഹം ഗുരുവായൂർ പോണ ഭക്തിയൊക്കെ വെച്ചിട്ട് സവർണത ഭയങ്കരമായിട്ട് പറയുമായിരുന്നു അല്ലേ. ഇനി അത് നോക്കണം. പക്ഷെ അപ്പോൾ കോൺഗ്രസ് നമുക്ക് KR നാരായണനെ പ്രസിഡന്റ് ആക്കിയത് ആ പാർട്ടിയാണ്. ഇനി BJPയുടെ അടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ BJP ദ്രൗപദി മുർമു അതിന് മുമ്പുള്ള അദ്ദേഹം തൊട്ട് ഏറ്റവും വലിയ വലിയ പൊസിഷൻസ് കൊടുത്ത് അവരോധിച്ചു അവർ കമ്മ്യൂണിറ്റീനെ. പക്ഷേ നമ്മൾ CPM-ൻ്റെ കാര്യം എടുക്കുവാണെങ്കിൽ നമ്പൂതിരി ആ ഒരു ഇതാണ് പ്രകാശ് കാരാട്ടോട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആരാണ് അവർ. നമ്മൾ ഒരു കണ്ണൂർ ഒരു ഓട്ടോ ഓടിച്ച ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നല്ലോ, ചിത്രലേഖയോ, അവർ മരിച്ചുപോയി. അവരൊക്കെ എന്തോരം ജാതി അധിക്ഷേപം നടത്തിയിട്ടുണ്ട്. ഒന്നും വേണ്ട മാറുന്നില്ലടി പലച്ചി എന്ന് പറഞ്ഞിട്ടൊരു ഡയലോഗുണ്ട് ആർച്ചോടെ. SFI സമരത്തിനുള്ള AISF നേതാവിനെ വിളിച്ചതാണ്. അപ്പം ഇവരിത് ചെയ്യണതൊക്കെ പ്രശ്നമാണ്. ഇത് എനിക്ക് തോന്നുന്നത് കേരള യൂണിവേഴ്സിറ്റിയുടെ ഇത് വ്യക്തമായിട്ടിത് ശരിക്കും പറഞ്ഞാൽ പൊതുസമൂഹം അറിയണം. ഇത് അവർ ജാതി അധിക്ഷേപം ചെയ്തിട്ടില്ല എങ്കിൽ ഒരു ടീച്ചറിനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു നെറികേടാണ്. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരു അധ്യാപിക എന്ന നിലയിൽ അവർ ചെയ്ത് കാണുന്നു. പക്ഷെ അവർ ചെയ്തിട്ടുണ്ടാവാം ഒരു കുട്ടിയോടുള്ള ചിലപ്പോൾ രാഷ്ട്രീയം ഇത് വെച്ചിട്ട് റിപ്പോർട്ട് കൊടുത്ത സത്യം പറയേണ്ടത് സത്യം ആളുകളുടെ മുന്നിൽ വരുമ്പോഴേക്കും നമ്മൾ പറയുമല്ലോ അസത്യം ചെരുപ്പിട്ട് വരും. അതാണിപ്പം ഞാൻ കാണുന്നുണ്ട് ഒരുപാട് പേര് അത് ജാതി വെച്ച ടീച്ചറിന്. ഇപ്പം ആ ഒരു വ്യക്തി സംസ്കൃതം അറിയില്ല എന്ന് പറഞ്ഞൊരു പേര് വന്നപ്പം ആ കുട്ടിക്ക് ഒരുപാട് വിഷമം ഉണ്ടായിട്ടുണ്ട്. മീഡിയാസ് അത് ഭയങ്കരമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. സത്യമാണ്. അത് ആലോചിച്ച് നോക്കുമ്പോൾ അയാളുടെ വേർഷനിൽ ആലോചിച്ച് നോക്കുമ്പം അത്രയും വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. BA MA ഒക്കെ ഉള്ള ഒരാൾക്ക്, അതിൻ്റെ MPhil വരെ എടുത്ത ഒരാൾക്ക് സംസ്കൃതം അറിയില്ല എഴുതാനും അറിയില്ല എന്ന് പറഞ്ഞിട്ട് തലക്കെട്ട് കൊടുത്ത മാധ്യമങ്ങൾ ചെയ്ത അതേ വൃത്തികേട് തന്നെയാണ് ഒരു ആരോപണം കൊണ്ട് ആ ടീച്ചർ. അവർ ചിലപ്പം അങ്ങനത്തെ രീതിയിലുള്ള ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ അവർക്കുണ്ടാവണ ഒരു മാനസിക വിഷമം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് സത്യം പറഞ്ഞാൽ ഈ ഒരു വിഷയം ഗൗരവതരമായിട്ട് പൊതുസമൂഹം മുഖവിലക്കെടുക്കണം. കാരണം ഇന്ന് നമ്മളതങ്ങ് ഒഴിവാക്കി വിട്ട് കഴിഞ്ഞാൽ നാളെ ആർക്കുമാണെങ്കിലും സംഭവിക്കുന്ന കാര്യമാണ്. കാരണം സത്യം, ധർമ്മം, ന്യായം അല്ലെങ്കിൽ തെറ്റ് വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ ജാതി കുറച്ചൊന്ന് ഉയർന്നു നിന്നിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ തെറ്റ് ചെയ്തിട്ട് ജാതി കുറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ ഈ ജാതിക്കാരുടെ അടുത്ത് കളിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ന്യായം കിട്ടില്ല അല്ലേ. അപ്പോൾ ഇത് പൊതുസമൂഹം വ്യക്തമായിട്ട് വരണം. ഇതൊരു കമ്മിറ്റിക്ക് മുന്നാകെ എന്തായാലും ഇപ്പം റിസർച്ചിൻ്റെ പേപ്പർ എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഒരു കമ്മിറ്റിക്ക് മുന്നാകെ കൊണ്ട് വെച്ചിട്ട് കൃത്യമായിട്ട് പറയട്ടെ. അത് റിസർച്ച് പേപ്പർ എത്രത്തോളം ക്വാളിറ്റി ഉള്ളതാണ്, ശരിക്കും ഡോക്ടറേറ്റ് കൊടുക്കാൻ പറ്റതാണോ അദ്ദേഹത്തിൻ്റെ പ്രബന്ധം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ റിസർച്ച്, ഇത്ര നാൾ ചെയ്ത റിസർച്ച് ഒന്ന് നോക്കട്ടെ. സംസ്കൃതം ഇംഗ്ലീഷിൽ എഴുതുന്ന പറഞ്ഞത് കുറച്ച് അത് കേരള യൂണിവേഴ്സിറ്റിയിൽ അത് അനുവദീയമാണെന്ന് അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും പുള്ളിക്ക് അറിയാമോ ഓക്കെ ഇംഗ്ലീഷിലല്ല എന്തിലെഴുതിയാലും ഈ ഒരു സംസ്കൃതത്തിൽ നോളജ് ഉണ്ടോ എന്നുള്ളതൊരു ബോർഡിനെ പരിശോധിക്കാവുന്നേ ഉള്ളൂ. അപ്പം ടീച്ചർ പറഞ്ഞ ആ ഒരു അങ്ങനത്തെ എന്തായാലും ഞാനത് വിശ്വസിക്കുന്നില്ല സാർ. ഇങ്ങനെ ഒരു കുട്ടിയോട് അവർ ജാതി വേറെ കാണിക്കുന്നതും അതൊക്കെ വളരെ മോശമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ MPhil റിസർച്ച് കൂടെ നിന്ന കുട്ടിയാണ്. അവർക്ക് ജാതി വരെ ഉണ്ടായിരുന്നെങ്കിൽ ആ കുട്ടിക്ക് മേൽനോട്ടത്തിൽ സൈൻ ചെയ്ത് കൊടുക്കുമോ, സർട്ടിഫൈ ചെയ്ത് കൊടുക്കുമോ? അപ്പം അത് വളരെ ചീപ്പായിട്ടുള്ള ആരോപണമാണ്. പിന്നെ ഇങ്ങനത്തെ ജാതിക്കാട് വരരുത്. കൃഷ്ണകുമാറിൻ്റെ സംഭവം വന്നപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമുക്കൊക്കെ കടയിലിപ്പം ഭയമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആരെങ്കിലും ജോലിക്ക് നിർത്തുമ്പോൾ തന്നെ ഉള്ളിലൊരു ഭയം. നമ്മൾ നാളെ ഇനി എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടുപിടിച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിലേക്ക് ജാതിക്കാട് എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. അപ്പോൾ അതൊരു ഭയമാണ്, പൊതുസമൂഹത്തിന് ഭയങ്കര ഭയമാണ്. ഇങ്ങനെ ജാതിക്കാട് എടുക്കുമ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിരപരാധികളായിട്ടുള്ള ഒരുപാട് ആ ജാതിയിലുള്ള ആൾക്കാർ അല്ലേ. ഇപ്പം നമ്മൾ ഇവർ ഏത് ജാതിയാണോ റെപ്രസെൻ്റ് അതിലുള്ള ആൾക്കാരിലും ഒരുപാട് പേർക്ക് ഓപ്പർച്യൂണിറ്റീസ് നഷ്ടപ്പെടും. ആൾക്കാർക്ക് ഭയമാവും ഇനി അവരെ ജോലിക്ക് വിളിക്കാൻ. സത്യമാണ്. അതാണ് അതിൻ്റെ ഒരു മെയിനായിട്ടുള്ള കാര്യം. നിങ്ങൾ ജയിക്കാൻ വേണ്ടിയിട്ടൊരു കള്ളം എടുത്തിടുന്നു. പക്ഷെ ആ ഒരു കള്ളം കൊണ്ട് നിങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റിയാണ് മൊത്തത്തിൽ മറ്റുള്ളവരുടെ മുന്നിൽ ഭയപ്പാടോടെ നോക്കണത്. ശരിക്കും അത് പലർക്കും ഷോപ്പിൻ്റെ ഒക്കെ കാര്യത്തിലൊക്കെ വന്നപ്പോൾ നമുക്കൊരു ഭയം ഉണ്ടായിരുന്നു. ഞാനൊക്കെ ഇപ്പോൾ ഒരു ഓൺടർപ്രണർ ആയതുകൊണ്ട് പറയുകയാണ് സാർ, നമുക്ക് കടയിലൊക്കെ ആളെ വരുമ്പം ഇന്ന് വരെ ജാതിയെക്കുറിച്ച് ചിന്തിക്കാത്ത മനുഷ്യരാണ്. നമുക്ക് ഭയമായി ഇനി നാളെ ഒരു സമയത്ത് അവിടെ എന്തെങ്കിലും ഒരു തെറ്റ് കണ്ട് ഞാൻ വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജാതിയാണോ പ്രശ്നം എന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ തീർന്നു. ഈ പൊതുസമൂഹം നമ്മളെ ഭയങ്കര ഇന്ന് പറയുന്ന ഇതേ പൊതുസമൂഹം നമ്മളെ കുറ്റപ്പെടുത്തും അല്ലേ. അപ്പം ഇത്തരം മോശമായിട്ടുള്ള പ്രവണതയ്ക്ക് കേരള സമൂഹം ഒരിക്കലും കൈ കൊടുക്കരുത്, കൈയടിക്കുകയും ചെയ്യരുത്.
ഇവിടെ ഇത് കൃത്യമായിട്ട് അറിയണം. അറിയേണ്ടത് ഒന്നാമത് റിസർച്ച് വർക്കിൻ്റെ കാര്യമല്ല, ടീച്ചർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ. കാരണം ഇപ്പം നീതി വേണ്ടത് ശരിക്കും അവർക്കാണ്. ശരിക്കും അവർ തകർന്നു പോയിട്ടുണ്ടാവും അല്ലേ. അധ്യാപനം ഇങ്ങനത്തെ ഒരു രീതിയിലുള്ളൊരു വലിയൊരു ആരോപണം നേരിടേണ്ടി വരുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഭാഗത്തുനിന്ന് തെറ്റില്ല എങ്കിൽ അത് ചെയ്തിട്ടുള്ളത് ഏറ്റവും വലിയ, നമ്മൾ പറയും, ഒരു വലിയൊരു ഗുരുനിന്ദയാണത്. ആ ഗുരുവിനോട് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു നിന്ദയാണത്. ഇനി അധ്യാപിക എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്ന ഒരു കുട്ടിയോട് വല്ല രാഷ്ട്രീയ വൈരം വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും മനസ്സിൽ കിടക്കുന്ന ദേഷ്യം വെച്ചിട്ട് റിസർച്ച് ചെയ്യേണ്ട. കാരണം ഇത് എനിക്കതിൻ്റെ വിഷമം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും രാഷ്ട്രീയം വെച്ചിട്ട് എൻ്റെ PGക്ക് എൻ്റെ റാങ്ക് പോയിട്ടുണ്ട് സർ. ഫസ്റ്റ് റാങ്കിൽ നിന്ന് സെക്കൻഡ് റാങ്കിലേക്ക് ആക്കി ഒരു SFIക്കാരന് ഫസ്റ്റ് റാങ്ക് കൊടുത്തപ്പം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഡെസർട്ടേഷൻ്റെ മാർക്ക് വെച്ച് മാത്രം പേപ്പേഴ്സിലെല്ലാം. പക്ഷെ അന്ന് ഈ സോഷ്യൽ മീഡിയയും ഇതൊന്നും ഇല്ല, നമ്മളത്ര ഇതുമല്ലാത്തതുകൊണ്ട് പിന്നെ അതിന് പിന്നാലെ പോകാൻ പോയില്ല. അപ്പം അന്ന് അതെനിക്ക് ഫീൽ ചെയ്യും. കാരണം പ്രിജുഡൈസ് വെച്ചിട്ട് ചെയ്യുമ്പോൾ അപ്പം നഷ്ടങ്ങൾ എപ്പോഴും നഷ്ടങ്ങൾ തന്നെയാണ്. നമ്മൾ വർക്ക് ചെയ്തിട്ട് നമുക്ക് കിട്ടാത്തതല്ല. അപ്പം ഇത് സത്യം തീർച്ചയായിട്ടും അറിയണം. അത് തന്നെയാണ് പറയാനുള്ളത്. ഈ ജാതിക്കളി വളരെ അപകടകരമായിട്ടുള്ള പ്രവണതയാണ്. ഇത് ടീച്ചറും കുട്ടിയുമായിട്ടുള്ളൊരു കോൺഫ്ലിക്റ്റ് ആയിരുന്നുവെങ്കിൽ ആ രീതിയിലാണ് നമ്മൾ പൊതുസമൂഹത്തിൽ പ്രസൻറ്റ് ചെയ്യേണ്ടത്. അവിടെ ഈ നാറിയ ജാതിക്കളി കൊണ്ടുവരരുത്. അതോടൊപ്പം തന്നെ ആസ് എ ടീച്ചർ പറയുന്നു, ഒരു കുട്ടിയോടുള്ള ദേഷ്യം നമ്മൾ ഒരു ടീച്ചറായിരിക്കുമ്പം അത് കാണിക്കേണ്ടത് അക്കാഡമിക് പ്രൊഫൈൽ അത് വെച്ചിട്ടല്ല, മറ്റ് പല രീതികളുണ്ടല്ലേ. ഇത് കൃത്യമായിട്ട് നമുക്ക് പൊതുസമൂഹത്തിന് അറിയേണ്ടത് വലിയൊരു വിഷയമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ബാക്കി വിവാദങ്ങളുടെ പിന്നാലെ പോണേക്കാളും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഇത്തരം കാര്യങ്ങൾക്ക് തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.